കണ്ട ലോകം മുഴുവൻ സഞ്ചരിച്ചിട്ട് ഒരു വ്യത്യാസമുള്ള ആൾക്കാരാണ് നമ്മുടെ ലാസ്റ്റില് ഡോക്ടർ ഇതും കൂടി കഴിഞ്ഞ് നിർത്തി ഈ പരിപാടി നിർത്തി എന്ന് പറയുന്നവരാണ് ഏറ്റവും ഭൂരിഭാഗമുള്ളത്. ഏറ്റവും സിംറ്റംസ് ഉണ്ടാകും ശരീരത്തില്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇവർക്ക് തൈറോയ്ഡ് ഇഷ്യൂ ഉണ്ടെന്ന്. എന്നാൽ ഇവരുടെ ബ്ലഡ് റിപ്പോർട്ട് നോർമൽ ആയിരിക്കും. അതെന്താ അങ്ങനെ? ഈ പറഞ്ഞ പോലെ PCOD ഈക്വൽ ടു ഇൻഫെർട്ടിലിറ്റി എന്നുള്ള ഒരു സമവാക്യം രൂപീകരിക്കുന്നത് തെറ്റാണ്. ഡിഫറെന്റ് ടൈപ്സ് ടബുകൾ ഉണ്ട്. അപ്പൊ അതിൽ നമ്മൾ ഇമ്മേഴ്സ് ചെയ്യും ബോഡി. ചിലപ്പോൾ ബോഡി പാർട്ട് ആയിരിക്കും, ചിലപ്പോൾ ഫുൾ ബോഡി ആയിരിക്കും, ചിലപ്പോൾ ഹെഡ് മാത്രമായിരിക്കും, ഹെഡിന് ഇതായിരിക്കും. അങ്ങനെ പല മെത്തേഡ്സ് ഉണ്ട്. ഒരു അസുഖത്തിനനുസരിച്ച് വ്യത്യാസപ്പെടും. ചിന്തയിലേക്ക് വരുന്ന തല മാത്രം കുഴിച്ചിടുന്ന പരിപാടിയാണ്. ഞാൻ പറഞ്ഞാൽ മഡ് പാക്ക്, നമുക്ക് അബ്ഡോമിനൽ പാക്ക് വെക്കാൻ പറ്റും, അല്ലെങ്കിൽ അതിന് വെച്ച് ബെൽറ്റുകൾ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ഫുൾ ബോഡി മഡ് അപ്ലൈ ചെയ്യാം. അങ്ങനെ ഇപ്പൊ ഒരു ട്രീറ്റ്മെന്റ് ഉണ്ട്. ഉറപ്പായിട്ടും ഉണ്ട്. നമ്മൾ 10 പേരിൽ ഒരു 2 പേർക്ക് ഇന്ന് തൈറോയ്ഡ് ഉണ്ട്. തൈറോയ്ഡ് എന്ന് പറയുന്നത് ശരിക്കും ഒരു രോഗാവസ്ഥയാണോ അതോ ഒരു ശരീരത്തിന്റെ ഒരു അസന്തുലിതാവസ്ഥയായിട്ടാണോ കണക്കാക്കുന്നത്? അസന്തുലിതാവസ്ഥയും ഉണ്ട്, എന്നാൽ നമുക്കറിയാത്ത പല വസ്തുതകളും അതിന്റെ പുറകിലുണ്ട്. ഇന്നിപ്പോ ഞാൻ എന്റെ ക്ലിനിക്കിൽ വരുന്ന പേഷ്യൻസിനോട് ഡോക്ടർ നിങ്ങൾക്ക് തൈറോയ്ഡ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, ഡോക്ടറെ ഞാൻ ഇന്നാളും കൂടി ടെസ്റ്റ് ചെയ്തു, ഫുൾ ബോഡി ചെക്കപ്പ് എടുത്തു, എനിക്ക് TSH ഒക്കെ നോർമലാണ്, TFT നോർമലാണെന്ന് പറയും. പക്ഷേ ഇവർക്ക് തൈറോയിഡിന്റെ എല്ലാ സിംറ്റംസും ഉണ്ടാകും. ഏറ്റവും സിംറ്റംസ് ഉണ്ടാകും ശരീരത്തില്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇവർക്ക് തൈറോയ്ഡ് ഇഷ്യൂ ഉണ്ടെന്ന്. എന്നാൽ ഇവരുടെ ബ്ലഡ് റിപ്പോർട്ട് നോർമൽ ആയിരിക്കും. അതെന്താ അങ്ങനെ? അതാണ് കാര്യം. അതെന്ന് പറയുമ്പോൾ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞൊരു ഓട്ടോ ഇമ്മ്യൂണിറ്റിയുടെ കേസ് ഞാൻ പറഞ്ഞിരുന്നു. തൈറോയ്ഡ് ഗ്രന്ഥിക്ക് ഓട്ടോ ഇമ്മ്യൂണിറ്റി ബാധിക്കുമ്പോൾ തൈറോയ്ഡൈറ്റിസ് എന്ന് പറയുന്ന ഇഷ്യൂ ഉണ്ടാവും. ഹാഷിമോട്ടോ തൈറോയ്ഡൈറ്റിസ് എന്ന് പറയും. സ്റ്റാർട്ട് ചെയ്യുന്നത് ഗട്ടിലാണ്. ലീക്കി ഗട്ട് വഴി വരുന്ന ഒരു പ്രോസസ്സാണ്, അസുഖമാണത്. ജനറ്റിക് ആയിട്ടൊക്കെ വരുന്ന കാര്യമാണ്. അപ്പോൾ ഇത് വരുന്ന ഒരു വ്യക്തിക്ക് ചെയ്യേണ്ട ടെസ്റ്റ് വേറെയാ. ആന്റിബോഡീസ്, തൈറോയ്ഡ് ആന്റിബോഡീസ് വേണം ചെക്ക് ചെയ്യാൻ. യൂഷ്വലി ഇത് ചെക്ക് ചെയ്യൽ വളരെ കുറവാണ് ഡോക്ടേഴ്സ്. നമ്മൾ നോർമലി TSH ആണ് നമ്മൾ നോക്കുന്നത്. T3, T4, TSH ആണ് നോർമലി TFT ആയിട്ട് നോക്കുന്നത്, തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റ് ആയിട്ട്. അപ്പോൾ അൺലെസ് ആൻഡ് അണ്ടിൽ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ടില്ല, നമ്മളത് അവെയർ അല്ല, ഒരു ഡോക്ടർ പറയാൻ നമ്മളത് അറിയുന്നില്ല, അത് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പൊ നമുക്ക്, കാരണം തൈറോയിഡിന് പലതരം അസുഖങ്ങൾ ഉണ്ടോ. ഒന്ന് മാത്രമാണ് തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റ്. അതിന് ഫംഗ്ഷൻ, അത് ഉണ്ടാക്കുന്ന ഹോർമോൺ കൂടുതലാണോ കുറവാണോ എന്ന് അറിയാൻ വേണ്ടി മാത്രമേ TFT കൊണ്ട് ഹെൽപ്പ് ചെയ്യത്തുള്ളൂ. അസുഖം ഇല്ല, മാറ്റിവെച്ചു, ശരിയില്ല. വേറെ അസുഖം ഉണ്ടോ, മുഴയുണ്ടോ അറിയാം, നോഡ്യൂൾസ് ഉണ്ടോ എന്ന് അറിയണം, ഗോയിറ്റർ ഉണ്ടോ എന്ന് അറിയണം. ഗോയിറ്റർ ഒക്കെ പിന്നെ നമുക്ക് പുറമെ കാണാൻ പറ്റും. അകത്ത് മുഴകളുണ്ടോ, സിസ്റ്റം ഉണ്ടോ, മൾട്ടിനോഡുലർ ഗോയിറ്റർ ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ സ്കാൻ എടുത്താലേ അറിയത്തുള്ളൂ. നോർമൽ ആയിട്ടുള്ള സിംപ്ലർ അൾട്രാസൗണ്ട് സ്കാൻ എടുത്താൽ മാത്രമേ നമുക്ക് കാണത്തുള്ളൂ. പിന്നെ ഉള്ളത് ഓട്ടോ ഇമ്മ്യൂണിറ്റി അറിയണമെന്നുണ്ടെങ്കിൽ, ഹാഷിമോട്ടോ ആണോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ആന്റിബോഡീസ് ചെക്ക് ചെയ്ത് നോക്കണം. ആന്റിബോഡീസും സ്കാനിങ് ഒന്നും യൂഷ്വലി ആരും ചെയ്യുന്ന കാര്യങ്ങളല്ല. പൊതുവെ എല്ലാവരും ചെയ്യുന്നത് കൂടുതൽ ഇതാണ്. അപ്പൊ ഈ ഒരു ഇഷ്യൂസ് കൊണ്ടും നമുക്ക് കാണിക്കുന്ന സിംറ്റംസ് ഒക്കെ നോർമൽ സെയിം ആയിരിക്കും, പക്ഷെ അസുഖം വേറെ ആയിരിക്കും. മനസ്സിലായോ? അപ്പോ സിംറ്റം എന്ന് പറയുന്നത് A-Z ഉണ്ടാകും. പിന്നെ ഞാൻ കണ്ടിട്ടുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ലക്ഷണമല്ല, മൾട്ടിപ്പിൾ ലക്ഷണങ്ങൾ ഇവർക്ക് ഉണ്ടാകും. അത് മൾട്ടിപ്പിൾ ലക്ഷണം ഉണ്ടാവുന്ന മാത്രമല്ല, ഈ ലക്ഷണങ്ങളായിരിക്കും ആദ്യം കാണിക്കുക. ഇഷ്യൂസ് ഒക്കെ, സിംറ്റംസ് ഒക്കെ ആദ്യം കാണിക്കും. കുറച്ച് കഴിഞ്ഞ് ഡിലേ ആയിട്ടാണ് TFT പോസിറ്റീവ് ആകത്തുള്ളൂ, TSH കാണിക്കാൻ തുടങ്ങത്തുള്ളൂ. അത് ചിലപ്പോ ഒരു പ്രസവം കഴിയുമ്പോഴോ അല്ലെങ്കിൽ ഒന്ന് പീരിയഡ്സ് ആകുമ്പോഴോ അങ്ങനെയൊക്കെയാണ് പൊതുവെ കണ്ടുവരുന്നത് സ്ത്രീകളിൽ പൊതുവെ. പക്ഷെ അങ്ങനെ എല്ലാവർക്കും ആണെന്നല്ല, മിക്കവാറും. അതിന് മുന്നേ ഒരു 10 കൊല്ലം മുന്നേ ഇവർക്ക് ഇഷ്യൂസ് ഉണ്ടാകും. മുടി പൊഴിയുന്നുണ്ടാകും, വെയിറ്റ് കൂടുന്നുണ്ടാകും, വെയിറ്റ് കുറയുന്നുണ്ടാകും, മെന്റൽ ഡിപ്രഷൻസ് ഉണ്ടാകും, മെന്റൽ ഇഷ്യൂസ് ഉണ്ടാകും, അരിശവും ദേഷ്യവും തൊട്ടനും പിടിച്ചനൊക്കത്തിനും പ്രശ്നം ഉണ്ടാകും. ഭർത്താവും ഭാര്യയും തമ്മിലടി, മക്കളും അമ്മയും തമ്മിലടി, ഒന്നും പറയണ്ട. ഗട്ട് ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ തൈറോയ്ഡ് ഇഷ്യൂവിന് ആദ്യം നോക്കേണ്ടത് ഗട്ട് ഉണ്ടോ, ലീക്കി ഗട്ട് പ്രശ്നങ്ങളുണ്ടോ കറക്റ്റ് ചെയ്യണം. വൈറ്റമിൻ D കുറവാണോ ഉറപ്പായിട്ടും കയറ്റി കൊടുത്തെങ്കിൽ മാത്രമേ തൈറോയ്ഡ് കറക്റ്റ് ആവത്തുള്ളൂ. സ്ത്രീകളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ, സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ സ്ത്രീകൾക്കാണ് തൈറോയ്ഡ് കൂടുതൽ. അതെന്തുകൊണ്ടായിരിക്കും? നേരത്തെ പറഞ്ഞ അതേ ആൻസർ ആണ്. ഹോർമോണൽ ഇഷ്യൂ കൂടുതൽ സ്ത്രീകൾക്കാണ് എന്ന് വെച്ച് ഇല്ല എന്നല്ല പുരുഷന്മാർക്ക്. നേരത്തെ ഞാനിപ്പോ പറയുവാണെങ്കിൽ ഒരു 5 കൊല്ലം മുന്നേ കണ്ട ടെൻഡൻസിനേക്കാളും ഈ ലേറ്റസ്റ്റ് 5 കൊല്ലം എടുക്കുവാണെങ്കിൽ ഇന്നിപ്പോ പുരുഷന്മാരുടെ എണ്ണം കൂടി വരുന്നുണ്ട്. നേരത്തെ സ്ത്രീകൾ പുരുഷന്മാർ വന്നിരുന്നതിനേക്കാൾ അപേക്ഷിച്ച് ഇന്ന് പുരുഷന്മാർ കൂടുതൽ വരുന്നുണ്ട്. പാരമ്പര്യ ഘടകങ്ങൾ എങ്ങനെ? ഉറപ്പായിട്ടും. ഈ ഹാഷിമോട്ടോ എന്നൊക്കെ പറയുന്നത് കംപ്ലീറ്റ് പാരമ്പര്യമാണ്. ജീൻ കിടക്കും, നമുക്ക് ഓട്ടോമ്യൂൺ കിടക്കും. അതിനെ നമ്മൾ തട്ടി ഉണർത്തുന്ന തരം കാര്യങ്ങൾ എപ്പോ ചെയ്യുന്നോ അന്നേരം ഇത് പുറത്തേക്ക് വരും. അത് പറയുന്നത് ഒന്ന് ഗ്ലൂട്ടൻ ലാക്ടോസ്
പ്രോഡക്ട്സ്, ഫുഡ് ഒട്ടും പറ്റാത്ത റിബിൽ ചെയ്യുന്ന സാധനങ്ങളാണ്. ഇതെടുത്തോ ഇത് കൂടും, ഷുവർ ആണ്. അതുകൊണ്ട് ഞാൻ ഒരു കാരണവശാലും സമ്മതിക്കാത്ത കാര്യങ്ങളാണ്. 2, നമ്മുടെ ലൈഫ് സ്റ്റൈൽ, എന്താ പറയാ, ഉറക്ക പ്രശ്നങ്ങൾ, ഉറക്കം, നേരം തെറ്റിയുള്ള ഉറക്കം, അല്ലെങ്കിൽ ഉറക്കം കിട്ടാത്തത്, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, ഫുഡ്. 3, ആന്റിബയോട്ടിക്സ് നമ്മൾ എടുക്കുന്തോറും നമ്മുടെ ഗട്ട് മോശമാകുന്നതിനനുസരിച്ച് ഇത് ട്രിഗർ ചെയ്യും. ഇതൊക്കെ ട്രിഗറിങ് ഫാക്ടേഴ്സ് ആണ്, സ്റ്റിമുലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഡ്രിങ്ക്സ്, ആൽക്കഹോൾ, സ്മോക്കിംഗ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പൊ ഒരു തവണ തൈറോയിഡിന് നമ്മൾ മെഡിസിൻ എടുത്തു, തൈറോയിഡ് പോസിറ്റീവായി മെഡിസിൻ എടുത്തു, അപ്പോൾ അവരോട് പൊതുവെ പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ജീവിതകാലം മുഴുവൻ നിങ്ങൾ അതിന്റെ മരുന്ന് കഴിക്കണം. അതിനകത്ത് എന്തെങ്കിലും സത്യമുണ്ടോ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന മരുന്നെടുത്തു എന്ന് പറയുന്ന മരുന്ന് എന്തിനാന്ന് ഓർത്തു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഹോർമോൺ കൂടിയോ കുറഞ്ഞോ ഇരിക്കുന്ന അവസ്ഥയ്ക്കുള്ള മരുന്നാണ് എടുക്കുന്നത്. അതിന് നമുക്ക് ഡോക്ടേഴ്സ് പറയുന്നത് ലൈഫ് ലോങ് കഴിക്കാനാണ് പറയുന്നത്. അതതിന്റെ ഫംഗ്ഷൻ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞ മറ്റുള്ള 2 കാര്യങ്ങൾ, മുഴ പലതരത്തിലുള്ള മുഴകളുണ്ട്, അതോ അല്ലെങ്കിൽ ഹാഷിമോട്ടോ പോലുള്ള കാര്യങ്ങൾക്കാണെങ്കിൽ അതിന് മരുന്നുകൾ കുറവാണ്. ഇല്ല, സത്യം പറഞ്ഞാൽ ഹാഷിമോട്ടോനൊക്കെ മരുന്നില്ല. അതിന് നമുക്ക് സപ്ലിമെന്റ്സും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കാനേ മാർഗമുള്ളൂ. അപ്പോൾ ഇനി ഈ മരുന്ന് കഴിക്കുന്നതിന്, മറ്റേ മുഴയാണെങ്കിൽ നമുക്ക് സർജറിയാണ് അവരുടെ അൾട്ടിമേറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. എല്ലാത്തിനും അല്ല, എടുക്കേണ്ട സിറ്റുവേഷൻ ആണെങ്കിൽ മാത്രം. അതല്ലെങ്കിൽ പിന്നെ മെഡിസിൻ എടുക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത്, മെഡിസിൻ എടുത്തിട്ടായിരിക്കും ഭൂരിഭാഗം ആളുകൾ നമ്മുടെ അടുത്ത് വരുന്നത്. ഇക്കണ്ട ലോകം മുഴുവൻ സഞ്ചരിച്ചിട്ട് ഒരു വ്യത്യാസമുള്ള ആൾക്കാരാണ് നമ്മുടെ അടുത്ത് ലാസ്റ്റില് ഡോക്ടറെ ഇതും കൂടി കഴിഞ്ഞ് നിർത്തി, ഈ പരിപാടി നിർത്തി എന്ന് പറയുന്നവരാണ് ഏറ്റവും ഭൂരിഭാഗം ഉള്ളത്. അവർക്ക് നമ്മളിത് മെഡിസിൻ നിർത്തത്തില്ല, മെഡിസിൻ കൊടുത്തുകൊണ്ടിരിക്കും, കഴിച്ചോളാൻ പറയും, ഒപ്പം നമ്മുടെ കാര്യങ്ങൾ സജസ്റ്റ് ചെയ്യും. ഡയറ്റിൽ വരുത്തുന്ന വ്യത്യാസങ്ങൾ, ലൈഫ് സ്റ്റൈലിൽ വരുത്തുന്ന വ്യത്യാസങ്ങൾ, ഇഫ് നെസസറി, ഇഫ് നീഡഡ് ഓൺലി സപ്ലിമെന്റ്സ് പ്രൊവൈഡ് ചെയ്യും. ഏതൊക്കെ കുറവാണോ ഏതൊക്കെ എടുക്കാൻ പറയും. ഒപ്പം ഈ തൈറോനോമോ എടുക്കാൻ പറയും, അല്ലെങ്കിൽ ഏതാണോ ഹോർമോൺ എടുക്കുന്നത് അതും എടുക്കാൻ പറയും. എന്നിട്ട് നമുക്ക് പീരിയോഡിക്കലി നമുക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും, ഡ്രാസ്റ്റിക് ചേഞ്ചസ് കാണാൻ പറ്റും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് അവർ കഴിക്കുന്ന മെഡിസിൻസ് ടേപ്പർ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ഡോസ് ഘട്ടം ഘട്ടമായിട്ട് ഡോസ് കുറയ്ക്കാൻ പറ്റും. അവരവരുടെ എൻഡോക്രൈനോളജിസ്റ്റ് ചെന്നിട്ട് അവർ ഡോസ് കുറച്ച് കൊണ്ടുവരും. എത്രയോ ആളുകൾ മരുന്നില്ലാണ്ട് ജീവിക്കുന്നു. എന്റെ അടുത്ത് വന്നിട്ട് തന്നെ, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് വന്നിട്ട് മരുന്നില്ലാണ്ട് പോകുന്നവർ ഒരുപാട് പേരുണ്ട്. പക്ഷെ അതെല്ലാവരുടെ കാര്യത്തിലും പോസിബിൾ അല്ല, ഡിപ്പെൻസ് ഓൺ ദ കണ്ടീഷൻ. അല്ലാതെ ഉള്ളവർക്ക് മെഡിസിൻ എടുക്കേണ്ടി വരും, പക്ഷെ അളവ് കുറയ്ക്കാൻ പറ്റും. ചിലപ്പോൾ അതിന്റെ ഫ്രീക്വൻസി കുറയ്ക്കാൻ പറ്റും. നല്ല രീതിയിൽ വ്യത്യാസം. നമ്മുടെ ഉദ്ദേശശുദ്ധി എന്ന് പറയുന്നത് ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു മനുഷ്യൻ 30 കൊല്ലമോ 50 കൊല്ലമോ ജീവിക്കുന്ന ആ ജീവിതം അവർക്ക് ബുദ്ധിമുട്ടുകളില്ലാതെ ക്വാളിറ്റി ഓഫ് ലൈഫ് എത്രത്തോളം ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്നോ അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും, നാച്ചുറൽ ആയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും, സൈഡ് എഫക്ട്സ് ഇല്ലാണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതൊക്കെ നമ്മൾ. പിന്നെ തൈറോയിഡും പ്രഗ്നൻസിയുമായിട്ട് നല്ലൊരു കോറിലേഷൻ ഉണ്ട്. ഇപ്പൊ ഗർഭധാരണം ബുദ്ധിമുട്ടാവും എന്ന് പറയുന്ന കുറച്ച് പ്രസ്താവനകളുണ്ട്. അതിനകത്ത് എത്രത്തോളം ശരിയുണ്ട്? ആക്ച്വലി പകുതി ശരിയാണ്, പകുതി തെറ്റാണ്. ഹോർമോണൽ ഇഷ്യൂ ഉണ്ടെങ്കിൽ, അതിപ്പോ തൈറോയിഡ് ആയിക്കോട്ടെ, PCOD ആയിക്കോട്ടെ, ഇൻസുലിൻ റെസിസ്റ്റൻസ്, ഇതിന്റെയൊക്കെ റൂട്ട് കോസ് പറയുമ്പോൾ ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് കിടക്കുന്നുണ്ട് കേട്ടോ. ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ള ഒരു വ്യക്തിക്ക് കൺസീവ് ആവാൻ ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുള്ളതാണ്. കാരണം അതിന് ഇത് മാറ്റിയെങ്കിൽ മാത്രമേ, ഹോർമോൺസ് ഇതെല്ലാം ഹോർമോൺസ് ആണ്. ഒരു ഹോർമോൺ മറ്റൊന്നിനെ തകരാറാക്കുമ്പോൾ അത് കറക്റ്റ് ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് ആവുക, കൺസീവ് ആവുക. പക്ഷെ അതിന് ട്രീറ്റ്മെന്റ്സ് അവൈലബിൾ ആണ്. നമ്മൾ ചെയ്യേണ്ട പ്രോട്ടോകോൾസ് ഒക്കെ സെയിം ആണ്, ബേസിക്സ് എല്ലാം സെയിം ആണ്. ഇഷ്യൂസ് ലൊക്കേഷൻ മാറുന്നതിനനുസരിച്ച് ഇഷ്യൂസിന്റെ പേര് മാറുന്നത് മാത്രമേ ഉള്ളൂ. കുട്ടികളിൽ തൈറോയിഡ് ഇപ്പോൾ കോമൺ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ശരിക്കും കുട്ടികളുടെ ആ ഒരു തൈറോയിഡ് വരുന്നത് കംപ്ലീറ്റ്ലി നമുക്ക് ജനറ്റിക്കൽ ആയിട്ടുള്ള പ്രശ്നം, പാരമ്പര്യ ഘടകം കൊണ്ട് മാത്രമാണോ, അതോ അച്ഛനമ്മമാരുടെ ലൈഫ് സ്റ്റൈല്? ഇപ്പൊ ന്യൂ ബോൺസിൽ വരെ തൈറോയിഡ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ന്യൂ ബോൺസ് ആയിട്ട് ജനിക്കുന്ന കുട്ടികൾക്ക് നമുക്ക് ജനറ്റിക് റീസൺ, അല്ലെങ്കിൽ അവരെ അമ്മ ഉണ്ടായിരുന്ന പ്രഗ്നൻസി ടൈമിൽ ഉണ്ടായിരുന്ന ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ കാരണമാക്കും. കുറച്ച് വളർന്നെത്തിയിട്ടുള്ള കുട്ടികളാണെങ്കിൽ അവരെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതിനനുസരിച്ച്, ലൈക്ക് അവരെ വീട്ടിലെ സാഹചര്യം, സ്ട്രെസ് ഒരു മെയിൻ കൺസേൺ ആണ് ട്രിഗർ ചെയ്യാനായിട്ട്. ഉറക്ക പ്രശ്നങ്ങൾ, അതുപോലെ അവർ കഴിക്കുന്ന ഫുഡ്, പാല്, ഇതെല്ലാനും ട്രിഗർ ചെയ്യും. പിന്നെ ഒരുപാട് പ്രഷർ കൊടുത്ത് വീട്ടിൽ തന്നെ ഇട്ട് വളർത്താണ്ട് അവരെ റിലാക്സ് ചെയ്ത് അവരവരെ കാര്യങ്ങൾക്ക് നോക്കി വിടുക. കളിക്കാനുള്ള ഒരുപാട് ഫ്രീ ആക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. സ്ക്രീൻ ടൈം കുറയ്ക്കുക. ഓക്കെ. അപ്പോൾ കുട്ടികളുടെ ട്രീറ്റ്മെന്റും മുതിർന്നവരുടെ തൈറോയിഡിലുള്ള ട്രീറ്റ്മെന്റ് തമ്മിൽ എങ്ങനെ, അതിൽ വ്യത്യാസം വരും. കാരണം ലൈഫ് സ്റ്റൈൽ ഓക്കെ സെയിം നമുക്ക് പറ്റാൻ പോലെ, പക്ഷെ മറ്റുള്ള കാര്യങ്ങളിൽ കുറച്ചൊക്കെ വ്യത്യാസം വരും. ഇവർ കഴിക്കാൻ പാടില്ലാത്ത കുറച്ച് ഫുഡ് ഐറ്റംസ് ലിസ്റ്റ് ഔട്ട് ചെയ്യാറുണ്ട്. അതായത് ഇപ്പൊ കപ്പ കഴിക്കരുത്, ക്യാബേജ് കഴിക്കരുത്, കോളിഫ്ലവർ കഴിക്കരുത് എന്ന് പറഞ്ഞ് നമ്മൾ ഈ തൈറോയിഡ് ഉള്ള പേഷ്യൻസിന്റെ അടുത്ത് സ്വാഭാവികമായിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങൾ. എന്തുകൊണ്ടാണ് ശരിക്കും ഇത് ഇങ്ങനെ പറയുന്നത്? ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ കാലഘട്ടത്തിലാണ്, ഒരു 40 വർഷം മുന്നെയാണ് ഇതിനൊക്കെ അത്രയധികം പ്രാധാന്യം കണ്ടിട്ടുള്ളൂ. ഇന്നത്തെ കാലത്ത് നമ്മൾ ഈ ക്യാബേജും കോളിഫ്ലവറും പറയുന്ന സമയത്ത് പാലും ഗോതമ്പും ആരും പറഞ്ഞിട്ടില്ല. അത് പറയാൻ തുടങ്ങിയത് റീസെന്റ് ആണ്. കാരണം
പ്രവണതകൾ മാറി വരും. നമ്മൾ ചെയ്യുന്ന പ്രവർത്തിക്ക് അനുസരിച്ച് അസുഖങ്ങളുടെ ട്രേറ്റ്സ് മാറി വരും. അന്ന് വന്ന കൊറോണയുടെ സ്ട്രെയിൻ അല്ല ഇപ്പൊ വരുന്ന കൊറോണയുടെ സ്ട്രെയിൻ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ വേണ്ടി വരുന്നത് പാല് ഗോതമ്പ് പ്രോഡക്ട്സിലാണ്. അതിൽ പെടാത്ത കേസാണ് തൈര്, മോര് പെടത്തില്ല, നെയ്യ്, വെണ്ണ, ചീസ്, ബട്ടർ പെടത്തില്ല. കാരണം അത് ഫെർമന്റഡ് ഫോംസിലേക്ക് മാറി. മാത്രമല്ല പാലിന്റെ പ്രോട്ടീനും ഫാറ്റ് മാത്രം എക്സ്ട്രാക്ട് ചെയ്തെടുത്ത ഫോമിലേക്ക് മാറി ഈ ചീസ്, ബട്ടർ, ഗീ എന്ന് പറയുമ്പോൾ. അത് കുട്ടികൾക്ക് നമുക്ക് നിർബന്ധമായിട്ടും വേണ്ടുന്ന സാധനമാണ്. അത് നിർബന്ധമായിട്ടും കൊടുത്തിരിക്കേണ്ട കാര്യമാണ്. ബ്രെയിൻ ഡെവലപ്മെന്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫാറ്റ് നിർബന്ധമായിട്ട് വേണ്ടതാണ്. പാലില് പ്രോട്ടീൻ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞിട്ടുള്ളൂ. അതും എല്ലാവർക്കും അല്ല, ഭൂരിഭാഗം ആളുകൾക്ക്. ഇൻ കേസ് ഇനി നിർബന്ധമായിട്ടും പാല് വേണം നിർബന്ധമുള്ളവർ ലാക്ടോസ് ഫ്രീ മിൽക്ക് ചൂസ് ചെയ്യാം. ലാക്ടോസ് ഫ്രീ മിൽക്ക് ഒക്കെ ഇപ്പൊ നാട്ടിലൊക്കെ ആയി വരുന്നു. ഈവൻ ഗ്ലൂട്ടൻ ഫ്രീ പ്രോഡക്ട്സ്, ഈവൻ വീറ്റ് ആയാലും മറ്റുള്ളതാണ് ഗ്ലൂട്ടൻ ഫ്രീ ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ പറ്റുമെങ്കിൽ അങ്ങനെയൊക്കെ നോക്കുക. അതൊക്കെയാണ് കുറച്ച് മാർഗങ്ങളുള്ളത്. പിന്നെ കപ്പ, മറ്റുള്ള സാധനങ്ങൾ എന്നൊക്കെ പറയണത് പ്രാധാന്യം കുറവാണ് എങ്കിലും എന്തുകൊണ്ടായിരിക്കാം അത് കഴിക്കരുതെന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ കണ്ടന്റ് ഉണ്ടാവുമല്ലോ. മറ്റേ ഉപ്പിന്റെ കേസ് കേട്ടിട്ടില്ല, അയഡൈസ്ഡ് സോൾട്ട്, മറ്റേ ഗോയിറ്റർ വരുന്ന കേസ് കേട്ടിട്ടില്ല. ഇപ്പൊ അതൊക്കെ കുറവാണ്. ഈ ക്യാബേജും കോളിഫ്ലവർ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതിനകത്തുള്ള കണ്ടന്റിന്റെ പ്രശ്നം കൊണ്ട് തന്നെയാണ് അത് കൂടുതലും ഫംഗ്ഷൻ ടെസ്റ്റിനെയാണ് ബാധിക്കുന്നത്. ഹൈപ്പോ തൈറോയിഡിസം അതുകൊണ്ടാണ് അത് വേണ്ടത്. അതൊന്നും വലിയ പ്രാധാന്യം അത്ര ഇല്ല. എന്നാലും പറയുമ്പോ നമുക്ക് കൺട്രോളിൽ പോവാം. ഒരു 20 വർഷം മുമ്പ് നമ്മുടെ അമ്മമാരുടെ ഒരു ജീവിതം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇപ്പൊ നമ്മൾ അനുഭവിക്കുന്ന രീതിയില് ഈ പറഞ്ഞ പോലെ PCOD എന്ന് പറഞ്ഞ വാക്കില്ല, കേട്ടിട്ടില്ല. മൂഡ് സ്വിങ്സ് ഇല്ല, പീരീഡ്സ്, പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഇല്ല. അപ്പൊ PCOD ഇപ്പൊ ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആളുകൾക്ക് PCOD എന്ന് കേൾക്കുന്നുണ്ടെങ്കിലും എന്താണ് യഥാർത്ഥത്തിൽ PCOD എന്നുള്ളതിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ PCOD എന്ന് പറഞ്ഞാൽ ഒരു ഹോർമോണൽ ഇഷ്യൂ ആണ്. തൈറോയിഡിന് ഇഷ്യൂ വരുന്ന പോലെ തന്നെ വരുന്ന ഒരു ഹോർമോണൽ ഇഷ്യൂ ആണ്. അഫക്ട് ചെയ്യുന്നത് ഓവറീസിനെയാണ്, അണ്ടാശയങ്ങളെയാണ് അഫക്ട് ചെയ്യുന്നത്. ഓവറീസിൽ ചെറിയ ചെറിയ കുമിളകൾ പോലെ വെള്ളക്കെട്ട് ഉണ്ടാകും, സിസ്റ്റുകൾ ഫോം ചെയ്യും. അതാണ് ഇതിന്റെ സ്ട്രക്ചർ ഷേപ്പ് വരുന്നത്. അങ്ങനെ സംഭവിക്കുമ്പോൾ ഈ ഓവറിക്ക് കുറെ ഫങ്ഷൻസ് ഉണ്ട്. അതിനവിടെ അണ്ടോൽപാദനം മാത്രമല്ല കുറെ ഹോർമോൺസും അത് ഉണ്ടാക്കുന്നുണ്ട്. പ്രശ്നം പോലുള്ള FSH ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ യൂട്രസും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോ ഗർഭധാരണം, പീരിയഡ്സ് എന്നതിലുപരി നമുക്ക് സ്ത്രീകൾക്ക് വേണ്ടുന്ന മെയിൻ നമ്മുടെ മെന്റൽ ഹെൽത്തിനെയും ഫിസിക്കൽ ഹെൽത്തിനെയും ബാധിക്കുന്ന മെയിൻറ്റെയിൻ ചെയ്യുന്ന കുറെ ഹോർമോൺസും കൂടി ഇവർ തരുന്നത് കൊണ്ട് ഈ PCOD ഒക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, PCOD മാത്രമല്ല PCOS ഉണ്ട്. PCOS എന്ന് പറയുന്നത് PCOD ചെറിയ രൂപം, അവിടെ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ഫോമാണ്. ഇത് വന്നിട്ട് നമുക്ക് വരുന്ന ഇഷ്യൂസ് ഉണ്ട്. എന്താ പറയാ, കഴുത്തിൽ കറുപ്പ് വരിക, നമ്മുടെ ആംബിറ്റ് കറുക്കുക, കഴുത്തിന്റെ ബാക്കിൽ ഇങ്ങനെ ഒരു തടിപ്പ് പോലെ ഹമ്പ് പോലെയൊക്കെ വരിക, മുടി പൊഴിയുക, ഹിർസോട്ടിസ് നമ്മുടെ ഫേഷ്യൽ ഹെയർ ഗ്രോത്ത് ഉണ്ടാവുക, മൂഡ് സ്വിങ്സ് ഉണ്ടാകുക, വെയിറ്റ് കൂടുക, ഒരുമാതിരി ബ്ലാക്ക് ടാൻ പോലെയൊക്കെ ഫുൾ ബോഡി വരിക, ഇതൊക്കെ വയറ് ചാട്, ഇതൊക്കെ ആഫ്റ്റർ എഫക്ട്സിൽ വരുന്നതാ. അത് ഒരു സിൻഡ്രമിലേക്ക് മാറി. അതാണ് PCOSന്റെ വ്യത്യാസം. അങ്ങനെ വന്നു. അപ്പോൾ ഈ പറയുന്ന ഹോർമോൺസിന്റെ പ്രൊഡക്ഷനും ബാലൻസും ഇറഗുലർ ആകാൻ തുടങ്ങും PCOD വന്നു കഴിയുമ്പോൾ. നമ്മുടെ പീരിയഡ്സ് തെറ്റാൻ തുടങ്ങും, ഓവുലേഷൻ തെറ്റാൻ തുടങ്ങും, ക്യാരിങ് കൺസീവ് ചെയ്യാൻ ബുദ്ധിമുട്ടുകൾ സ്റ്റാർട്ട് ചെയ്യും, എന്താ പറയാ, മുടി പൊഴിച്ചിൽ, അങ്ങനെ പല 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 ഇഷ്യൂസിലേക്ക് സ്റ്റാർട്ട് ചെയ്യും. ഇതാണ് ബേസിക് ആയിട്ട് PCOD കണ്ടുവരുന്നത്. ഇപ്പൊ ഏറ്റവും കൂടുതൽ ടീനേജേഴ്സ് ആണ് നമ്മൾ പറയുന്നതെങ്കിലും ടീനേജേഴ്സ് മാത്രമൊന്നുമല്ല. ഞാൻ പറയുകയാണെങ്കിൽ എന്റെ എക്സ്പീരിയൻസിൽ ഒരു 40-45 വയസ്സിന് മാക്സിമം വരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുവരെയുള്ള സ്ത്രീകൾക്ക് വരെ കണ്ടിട്ടുണ്ട്. അപ്പൊ അവര് ചോദിക്കുന്നുണ്ട്, ഡോക്ടർ ഞാൻ ഈ പ്രായമൊക്കെ ആയില്ലേ, പിള്ളേർക്ക് നോക്കണം, ടെസ്റ്റ് ഒക്കെ എനിക്ക് നോക്കണം, ഇതൊക്കെ എനിക്ക് ഉണ്ടാവില്ല എന്നൊക്കെ പറയും. പക്ഷെ അല്ല, ഈവൻ മെനോപോസ് ആവുന്ന സ്ത്രീകൾ ആ ഒരു ഏജിലേക്ക് പോകുമ്പോഴും ഇതൊക്കെ സ്കാൻ എടുക്കുമ്പോൾ കോമൺ ആയിട്ട് കണ്ടുവരുന്ന കാര്യങ്ങളാണ്. ഇപ്പോ ടീനേജിലുള്ള കാര്യം പറഞ്ഞു. അപ്പൊ ടീനേജിലുള്ള കുട്ടികൾക്ക് PCOD കോമൺ ആയിട്ട് ഇപ്പോൾ വരുന്നുണ്ട്. അപ്പൊ അമ്മമാര് എന്നുള്ള രീതിയിൽ ഈ കുട്ടികൾക്ക് ഇത് വരാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ലൈഫ് സ്റ്റൈൽ ഡിസീസസിൽ പെട്ട ഒരു സാധനമാണ് PCOD. ഇത്രയും നേരം പറഞ്ഞ എല്ലാ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള എല്ലാ ലൈഫ് ഹാബിറ്റ്സും നമുക്ക് കുറയ്ക്കേണ്ടി വരും. മെയിൻ ഡയറ്റ്, ഭക്ഷണക്രമം, എക്സസൈസ്, കറക്റ്റ് ആയിട്ടുള്ള ഉറക്കം, സ്ട്രെസ്, പിന്നെ എന്താ നമ്മുടെ ജങ്ക് ഫുഡ് അത് ഡയറ്റിൽ വന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രധാനമായിട്ടും ട്രിഗർ ചെയ്യുന്നതാണ് ഇതിലേക്ക്. കാരണം ഇപ്പൊ നമുക്ക് നോക്കുവാണെങ്കിൽ പിന്നെ ചില മെഡിസിൻസ് സൈഡ് എഫക്ട്സ് വരും കേട്ടോ. അതൊക്കെ പിന്നെ കുറവുള്ള കാര്യങ്ങളാണ്. കാരണം സ്റ്റിറോയിഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് അതൊക്കെ പിന്നീട് നമുക്ക് അങ്ങനെ പല ഇഷ്യൂസ്, ഇത് മാത്രമല്ല പല ഇഷ്യൂസും കാണിക്കാറുണ്ട്. അത് നോക്കണ്ട. നോർമൽ ഏറ്റവും കൂടുതൽ കാണിക്കുന്നത് ഇതൊക്കെയാണ്. ഓക്കെ. അപ്പോൾ PCOD ഉള്ളവർക്ക് കൺസീവ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ള രീതിയിൽ പറയുന്നുണ്ട്. പക്ഷെ അറ്റ് ദ സെയിം ടൈം PCOD ഉള്ള സ്ത്രീകളും പ്രഗ്നന്റ് ആവുന്നുണ്ട്. അപ്പോൾ
ഈ പറഞ്ഞ പോലെ PCOD ഈക്വൽ ടു ഇൻഫെർട്ടിലിറ്റി എന്നുള്ള ഒരു സമവാക്യം രൂപീകരിക്കുന്നത് തെറ്റാണ്. PCOD ഉള്ളവർക്കും കൺസീവ് ആവാൻ പറ്റും, PCOD ഇല്ലാത്തവർക്കും കൺസീവ് ആവാൻ പറ്റും. പക്ഷെ PCOD ഉള്ളവർ കൂടുതൽ കെയർ എടുക്കണം. കെയർ എടുക്കുക ഇൻ ദ സെൻസ് അതിനെ കുറയ്ക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ സിസ്റ്റം ഉണ്ട് എന്ന് കരുതിക്കൊണ്ട് ഓവുലേഷൻ നടക്കില്ല എന്നില്ല. നമുക്ക് വേണ്ടത് ഓവമാണ്. ഓവം പ്രൊഡക്ഷൻ ഉണ്ടാവുന്ന ആളുകളുണ്ട്, ഉണ്ടാവാത്ത ആൾക്കാരും ഉണ്ട്. ആ ഓവുലേഷൻ കറക്റ്റ് ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങൾ ചെയ്യണം. അത് ഡോക്ടർ ഹെൽപ്പ് എടുക്കുക, ഡോക്ടർ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്ത് ഓവുലേഷൻ കറക്റ്റ് ചെയ്താൽ നമുക്ക് കൺസീവ് ആവാൻ പറ്റും. ഒരു സ്ത്രീയുടെ ഒരു ലൈഫ് സൈക്കിൾ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാൻ പോകണമെങ്കിൽ ഇപ്പൊ 2026 എത്തി നിൽക്കുമ്പോൾ ഒരു 20 വയസ്സിൽ ഒരാൾക്ക് PCOD വരുന്നു, 30 വയസ്സിന് ശേഷം ഡയബറ്റിക് ആയിട്ട് വരുന്നു, ദെൻ 40 വയസ്സിന് ശേഷം ഹൃദ്രോഗത്തിലേക്ക് കടക്കുന്നു. ഇതൊക്കെ ശരിക്കും ഒരു മെറ്റാബോളിക് രോഗങ്ങളുടെ ഒരു അലാം അല്ലേ? ഓഫ് കോഴ്സ് ആണ്. ഇതിന്റെ തുടക്കം എല്ലാത്തിന്റെ റൂട്ട് കിടക്കുന്നത് നമ്മുടെ ലൈഫ് ഹാബിറ്റ്സ് ആണ്. ഡയറ്റ്, പ്ലേറ്റ് ഒന്ന്. രണ്ടാമത്തത് നമ്മുടെ വയറ്, കുടൽ ഇഷ്യൂസ്. മൂന്നാമത്തെ നമ്മുടെ എക്സസൈസ് കാര്യങ്ങൾ. അങ്ങനെ പോകും. നമ്മൾ കഴിക്കുന്ന ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ ഞാൻ പറയാം. നമ്മളിപ്പോൾ കാർബ് എടുക്കുന്നു, നമുക്ക് ആ കാർബ് ആവശ്യമില്ല, നമ്മൾ വേർത്ത് കുളിച്ച് പണിക്ക് പോകുന്നില്ല, ഇരുന്നിട്ടുള്ള ജോലിയാണ്. അപ്പൊ നമുക്ക് വേണ്ടുന്ന ഫ്യൂവല് കാർബ് അല്ല, പകരം പ്രോട്ടീനും ഫാറ്റും ആണ്. അത് ഫ്യൂവല് മാറ്റാത്തടത്തോളം, അതായത് നമ്മളിപ്പോ ഒരു പെട്രോൾ ഓടേണ്ട വണ്ടി മണ്ണെണ്ണ ഒഴിച്ച് ഓടി എന്തായിരിക്കും അവസ്ഥ? കുറച്ച് നേരം കഴിയുമ്പോൾ ബ്രേക്ക് ഡൗൺ ആവും. നമ്മളത് വീണ്ടും നന്നാക്കി എടുക്കും, വീണ്ടും ഓടിക്കും മരുന്ന് കഴിച്ച്. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും നമുക്ക് എവിടെയെങ്കിലും ഒരു പോയിന്റ് എത്തുമ്പോൾ സ്റ്റോപ്പ് ആകും. പകരം എന്ത് വേണം? ഫ്യൂവല് മാറ്റി ഒഴിക്കണം. കാരണം കാർബ് എടുക്കും തോറും കാർബ് ചെല്ലുന്നു, ഇൻസുലിൻ പീക്ക് ആവുന്നു. ഇൻസുലിൻ ഈ കാർബിനെയൊക്കെ പിടിച്ച് ഫാറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് അവിടെ ഇവിടെയും കൊണ്ട് സ്റ്റോർ ചെയ്ത് വെക്കും. ഏറ്റവും കൂടുതൽ വരുന്ന ലിവറിലാണ്. ഫാറ്റി ലിവർ കയറി ഫസ്റ്റ് സെക്കൻഡ് തേർഡ് കഴിഞ്ഞ് സിറോസിലേക്ക് അങ്ങോട്ട് കടന്നു പോകും. അത് കൂടാണ്ട് സ്ത്രീകളിലായതുകൊണ്ട് ഹോർമോൺസ് പ്രൊഡക്ഷൻസ് കൂടുതലുള്ളതുകൊണ്ട് അവർക്ക് വരാൻ പോകുന്നത് കൂടുതൽ ക്യാവിറ്റീസ് കൂടുതലാണ്. എന്ന് വെച്ചാൽ യൂട്രസ്, ബ്രസ്റ്റ്. യൂട്രസ് എന്നൊക്കെ പറയുന്നത് നമുക്ക് ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ പീരിയഡ്സ് ഇറഗുലർ ആവാത്തിടത്തോളം അല്ലെങ്കിൽ പീരിയഡ്സുമായി ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ കാണാത്തിടത്തോളം നമുക്ക് അറിയില്ല. എങ്ങനെ അറിയാൻ പറ്റും? ഒരു ബ്ലീഡിങ് വരണം, എന്തെങ്കിലും ഒരു ബ്ലീഡിങ് അല്ലെങ്കിൽ റെഗുലർ പീരിയഡ്സ് വരണം, എന്നാലും നമ്മൾ അതിനെ കുറിച്ച് കൺസേൺ ആവത്തുള്ളൂ. അല്ലെങ്കിൽ സ്പോട്ടിങ് പോലെ എന്തെങ്കിലും ഒരു ഇറഗുലാരിറ്റി വരണം, അല്ലെങ്കിൽ സ്കിപ്പ് ആവണം, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ടൈംസ് വരണം. ഇത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യും, അല്ലെങ്കിൽ വന്നാലേ നമ്മൾ അറിയത്തുള്ളൂ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കൺസേൺ ഡോക്ടറെ അടുത്ത് നേരെ സ്കാൻ ചെയ്യുന്നു, അറിയുന്നു ഫൈബ്രോയിഡ് ഉണ്ട്, PCOD ഉണ്ട്, PCOS ഉണ്ടെന്നൊക്കെ നമ്മൾ അറിയും. അന്നേരം നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കും. ഇത് സത്യം പറയണ ഞാൻ പറയണെങ്കിൽ തടി വെക്കുന്നതാണ് ഒരു പരിധി വരെ നല്ലത്, തടി വെക്കാത്ത ആളുകളെക്കാളും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ കഴിക്കുന്ന ഫുഡ് മുഴുവനും പുറത്തേക്ക് വരാത്തിടത്തോളം ഈ ഫാറ്റ് മുഴുവനും പോയിട്ട്, ഫാറ്റ് എന്ന് വെച്ചാൽ കാർബ് കൺവേർട്ട് ചെയ്യുന്ന ഫാറ്റ് മുഴുവനും പോയിട്ട് അകത്തേക്ക് അടിയാൻ തുടങ്ങും ശരീരത്തിന്റെ. നമ്മൾ അറിയത്തില്ല. ബ്ലഡ് വെസൽസിലാണ് അടിയുന്നതെങ്കിൽ അതിന്റെ പേര് കൊളസ്ട്രോള്, നേരെ BP കൂടി. ലിവറിൽ അടിഞ്ഞ അതിന്റെ പേര് ഫാറ്റ് ലിവർ. ഈ പറയുന്ന യൂട്രസിലും ഇതിലടിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പേര് ഫൈബ്രോയിഡ്. ഈ പറയുന്ന ലൊക്കേഷൻ മാറുന്നതിനനുസരിച്ച് പേരുകളും വ്യത്യാസപ്പെടുന്നു എന്നുള്ളതാണ് മെയിൻ റൂട്ട് കോസും. കാരണം വരുന്ന വഴി ഇതാണ്. ഇതിനെ മാറ്റാത്തടത്തോളം നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല. PCOD കംപ്ലീറ്റ്ലി ക്യൂർ ചെയ്യാൻ പറ്റും. ഡിപ്പെൻഡ്സ് ഓൺ ദ പേഷ്യന്റ് വ്യത്യാസം വരും, പക്ഷെ പറ്റും. ഇപ്പൊ നമ്മൾ നാച്ചുറോപ്പതിയിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഫങ്ഷണൽ മെഡിസിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ മറ്റ് ഇപ്പൊ അലോപ്പതി, ആയുർവേദ, അതിനകത്ത് നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തമാണ് ഇതിലെ ട്രീറ്റ്മെന്റ്സ്, ചികിത്സാ രീതികൾ എന്നൊക്കെ നമ്മൾ പറഞ്ഞു. എന്തൊക്കെ ചികിത്സകളാണ് മെയിൻലി ചെയ്യുന്നത്? നാച്ചുറോപ്പതി എന്ന് പറയുമ്പോഴത്തേക്കും നാച്ചുറൽ ആയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ നോക്കണത്. മെയിൻ ആയിട്ട് നമ്മൾ ഡയറ്റ് കൺസൾട്ടേഷൻ, ഡയറ്റ് മോഡിഫൈ ചെയ്യുന്ന ഡയറ്റ് രീതിയിൽ അത് ഓരോ പേഷ്യന്റിനനുസരിച്ചും ഡിഫർ ചെയ്യും. തനിക്കുള്ള ഡയറ്റ് ആയിരിക്കില്ല മറ്റൊരാൾക്ക് ഉണ്ടാകുന്ന ഡയറ്റ്. അയാളുടെ കൺസേൺ, അയാളുടെ എക്സ്പെൻഡിച്ചർ, എനർജി എക്സ്പെൻഡിച്ചർ, അയാളുടെ നീഡ് എല്ലാം അനുസരിച്ച് വ്യത്യാസപ്പെടും. സെക്കൻഡ് ഹൈഡ്രോതെറാപ്പി എന്ന് പറയുന്ന ട്രീറ്റ്മെന്റ് വെള്ളം വെച്ച് ചെയ്യുന്ന ട്രീറ്റ്മെന്റ് ആണ്. വെള്ളം വെച്ച് ഓരോ അസുഖത്തിനനുസരിച്ച് ഇത് അപ്ലൈ ചെയ്യുന്ന രീതിയിൽ വ്യത്യാസം വരും. ഇപ്പോ നമുക്ക് കുടിക്കാൻ വെള്ളം കുടിക്കാൻ കൊടുക്കാം, അല്ലെങ്കിൽ അതിന് ദേഹത്ത് അപ്ലൈ ചെയ്യുമ്പോ ഹൈഡ്രോതെറാപ്പി ബാത്തുകളൊക്കെ ഉണ്ട്, ബാത്ത് ടബുകളുണ്ട്. സ്റ്റീം ബാത്ത് മാത്രമല്ല, സ്റ്റീം ബാത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് സ്റ്റീം വന്നു, ടെമ്പറേച്ചർ വ്യത്യാസം വന്നു, ഇവാപറേഷൻ വന്നു, വെള്ളം വന്നു. അപ്പൊ അതിന് എഫക്ട് വേറെ വരും. ഇപ്പൊ കണ്ടിട്ടുണ്ടോ നമ്മുടെ ഈ വെയിറ്റ് കുറയ്ക്കാനൊക്കെ നമ്മൾ സ്റ്റീം ബാത്തിലൊക്കെ പോയിരിക്കുന്ന മസാജ് ഒക്കെ കഴിഞ്ഞ അത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഫാറ്റ് ഒന്നുകൂടെ ബേൺ ചെയ്യാനായിട്ട്, ഹീറ്റ് കൂടെ വരുമ്പോഴത്തേക്ക് ബേൺ ചെയ്യാൻ എളുപ്പമുണ്ടാവും. അത് കൂടാണ്ട് നമ്മൾ ടബുകളുണ്ട്, ഡിഫറെന്റ് ടൈപ്സ് ടബുകളുണ്ട്. അപ്പൊ അതിൽ നമ്മൾ ഇമ്മേഴ്സ് ചെയ്യും ബോഡി. ചിലപ്പോൾ ബോഡി പാർട്ട് ആയിരിക്കും, ചിലപ്പോൾ ഫുൾ ബോഡി ആയിരിക്കും, ചിലപ്പോൾ ഹെഡ് മാത്രമായിരിക്കും, ഹെഡിന് ഇതായിരിക്കും. അങ്ങനെ പല മെത്തേഡ്സ് ഉണ്ട്. ഒരു അസുഖത്തിനനുസരിച്ച് വ്യത്യാസപ്പെടും. വെള്ളമാണ് മെയിൻ ആയിട്ട് പല പ്രഷറിലും പല ടെമ്പറേച്ചറിലും അപ്ലൈ ചെയ്യുന്നത്. പിന്നെ ഉള്ളത് അക്യുപങ്ചർ ആൻഡ് അക്യുപ്രഷർ. അത് മെയിൻ ആയിട്ട് ഒരു ചൈനീസ് ട്രഡീഷണൽ ട്രീറ്റ്മെന്റ് ആണത്.
അത് നമ്മൾ നീഡ്ലിംഗ് ചെയ്യുന്ന രീതിയുണ്ട്, നമ്മുടെ ഫുൾ ബോഡി ചാനൽസ് ഉണ്ടെന്നൊക്കെയാണ് നമ്മൾ ഇത് ആക്കുന്നത്. അപ്പോൾ അതിന്റെ തത്വങ്ങൾ, അപ്പൊ ആ ഒരു എന്താ പറയാ വൈറ്റാലിറ്റി ഫോഴ്സിനെ ഇംപ്രൂവ് ചെയ്ത് ബ്ലോക്സ് ഒക്കെ പ്രിവെന്റ് ചെയ്ത് നമ്മൾ ആക്കാൻ വേണ്ടി നമ്മൾ നീഡിൽ പ്രിക്ക് ചെയ്യും. പോയിന്റ്സിനാണ് ഇമ്പോർട്ടന്റ്. നമ്മുടെ ശരീരത്തിൽ ഫുൾ ബോഡി നമുക്ക് പോയിന്റ്സ് ഉണ്ട്, മർമ്മസ്ഥാനം എന്ന് പറയുന്ന അതുപോലെയാണ്, പക്ഷെ കുറച്ചുകൂടി വ്യത്യാസപ്പെട്ടിട്ടാണ്. അവിടെ നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നീഡിലോ പല പല മെത്തേഡ്സോ പ്രഷറോ കൊടുത്തേച്ച് നമ്മൾ അതിനെ ചെയ്യുന്ന രീതിയാണ് അക്യുപങ്ക്ചർ ആൻഡ് അക്യുപ്രഷർ. പിന്നെയുള്ളത് ന്യൂട്രീഷൻ ആണ്. പിന്നെയുള്ളത് മഡ് തെറാപ്പി. മഡ് തെറാപ്പി എന്ന് പറയുമ്പോൾ മഡ്, നേരത്തെ വെള്ളത്തിന്റെ കേസ് പറഞ്ഞ പോലെ തന്നെ മഡ്, ഡിഫറെന്റ് ടൈപ്സ് മഡ് നമ്മളത് പല രീതിയിൽ കൂളിംഗ് എഫക്റ്റ് ആണ് നമുക്ക് മെയിൻ, ക്ലൻസിങ് എഫക്ട്, കൂളിംഗ് എഫക്റ്റ് ഒക്കെയാണ്. അപ്പൊ ബോഡി ഡീടോക്സിഫൈ ചെയ്യുന്ന മെത്തേഡ്സ് പെടുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. ഈ മഡ് തെറാപ്പി നമ്മൾ പറയുമ്പോൾ നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന മാതിരി ആദ്യം ചിന്തയിലേക്ക് വരുന്ന ഈ തല മാത്രം കുഴിച്ചിടുന്ന പരിപാടിയാണ്. ശരിക്കും മണ്ണുകൊണ്ട് എന്താ ചെയ്യുന്നത്? പലതരത്തിൽ ചെയ്യാം. ഞാൻ പറഞ്ഞ മഡ് പാക്ക്, നമുക്ക് അബ്ഡോമിനൽ പാക്ക് വെക്കാൻ പറ്റും, അല്ലെങ്കിൽ അതിന് വെച്ച് ബെൽറ്റുകൾ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ഫുൾ ബോഡി മഡ് അപ്ലൈ ചെയ്യാം. അങ്ങനെ ഇപ്പോ ഒരു ട്രീറ്റ്മെന്റ് ഉണ്ട്, ഉറപ്പായിട്ടും ഉണ്ട്. പക്ഷെ അത് ആളുകള് നമ്മളിപ്പോ സ്പായിലൊക്കെ ചെന്നാൽ നമുക്ക് ചെയ്യുന്നവരുണ്ട്, ആയുർവേദ ട്രീറ്റ്മെന്റ്സിൽ കൂടുതൽ ചെയ്യുന്നവരുണ്ട്. ഇപ്പോ അത് ചെയ്യുമ്പോൾ നമുക്ക് നല്ല റിലീഫ് കിട്ടും, നല്ല എന്താ പറയുക, നല്ല ക്ലെൻസിങ് ഇഫക്റ്റ് ആണ്. നമ്മുടെ ബോഡി ഡീടോക്സിഫൈ ചെയ്യാൻ, ലിവറൊക്കെ ഫ്ലഷ് ഔട്ട് ചെയ്യാൻ, സ്കിൻ ഡിസീസസിനൊക്കെ നമുക്ക് എഫക്റ്റീവ് ആവുന്ന കാര്യങ്ങളാണ്. ഈ തെറാപ്പികളൊക്കെ എങ്ങനെ എക്സ്പെൻസീവ് ആണോ? അത് സാധാരണക്കാർക്കും ചെയ്യാം, പക്ഷെ ഡിപ്പെൻസ്, ഓരോ സ്ഥലങ്ങളിലും ഡിഫറൻസ് ആണ്. എന്നാലും അധികം എക്സ്പെൻസീവ് ഒന്നല്ല, അഫോർഡ് ചെയ്യാനൊക്കെ പറ്റും.